everyone, welcome back to our channel A Pinch of Love by Lakshmi. ദിവസത്തിൽ ഒന്നോ അതിൽ കൂടുതലോ ഫേസ് വാഷ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ എല്ലാവരും. പുറത്തു പോയൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഫേസ് കഴുകേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ ഫേസിന് നല്ലത് നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ഫേസ് വാഷ് ആണ്. ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. പക്ഷെ അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനൊപ്പം തന്നെ ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി അമർത്തി ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോസിലെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമ്മുടെ ഫേസ് വാഷ് സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു വൃത്തിയുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ എടുക്കാം. ആദ്യം യൂസ് ചെയ്യുന്നത് 2 ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ്, ബേസൻ. നിങ്ങളുടേത് ഒരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ 1 ടേബിൾ സ്പൂൺ കടലപ്പൊടി യൂസ് ചെയ്താൽ മതി. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് 2 ടേബിൾ സ്പൂൺ ഓറഞ്ച് പീൽ പൗഡറാണ്. നിങ്ങൾക്ക് റെഡിമെയ്ഡ് ആയിട്ട് ഓറഞ്ച് പീൽ പൗഡർ കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിത് ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചു വച്ചിരിക്കുന്നതാണ്. നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ചെറുപയർ പൊടിയാണ്, ഗ്രീൻ ഗ്രാം പൗഡർ. നമുക്ക് മാർക്കറ്റുകൾ ഒരുപാട് ചെറുപയർ പൊടിയായിട്ട് തന്നെ വാങ്ങാൻ കിട്ടും. അതില്ലെങ്കിൽ ചെറുപയർ മിക്സിയിലിട്ട് പൊടിച്ചെടുത്താലും മതി. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ ചെറുപയർ പൊടിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പൊടികളുടെ ക്വാണ്ടിറ്റി മാറ്റം വരുത്താട്ടോ, അതിന് യാതൊരു പ്രശ്നവുമില്ല. ഇതിലേക്ക് ഞാൻ ഇനി 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, റൈസ് പൗഡർ കൂടി യൂസ് ചെയ്യുന്നുണ്ട്. പലരും ചോദിക്കുന്ന ഒന്നാണ് വറുത്ത പൊടി ഉപയോഗിക്കാമോ എന്ന്. വറുത്തതല്ല ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്, വറുക്കാത്ത പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വറുത്ത പൊടിയാണെങ്കിൽ അതിന് കുറച്ച് തരി പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ അത് സ്ക്രബ്ബറായിട്ട് മാറും. സ്ക്രബ്ബർ ഡെയിലി യൂസ് ചെയ്യുന്നത് ഫേസിന് നല്ലതല്ല. ഇനി നമുക്ക് ഈ പൊടികൾ എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് കൂടി കാണിച്ചു തരാം. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് പൗഡർ കയ്യിലെടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് ചാലിക്കുക. ഈ ഒരു പേസ്റ്റ് ഫേസിൽ നന്നായിട്ട് പുരട്ടി കൊടുക്കുക. നിങ്ങളുടെ മൂക്കിന് സൈഡിൽ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ സൈഡ് മാത്രം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ബേസൻ നമ്മുടെ ഫേസിലുള്ള സൺ ടാൻ മാറ്റാനും അധികമായി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിൽ കുറയ്ക്കാനും വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഓറഞ്ച് പീൽ പൗഡറിൽ ഒരുപാട് വൈറ്റമിൻ സി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും ചെറുപ്പമായിട്ടിരിക്കാനും വളരെയധികം ഹെൽപ്പ് ചെയ്യും. റൈസ് പൗഡർ നമ്മുടെ ഫേസിലുണ്ടാകുന്ന പാടുകൾ മാറ്റാനും അതുപോലെ തന്നെ അമിനോ ആസിഡ്, വിറ്റമിൻസ് ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ക്ലെൻസിങ് ഏജൻ്റായിട്ടും അത് വർക്ക് ചെയ്യും. ചെറുപയർ പൊടി നമ്മുടെ ഫേസിലുള്ള ഡെഡ് സ്കിൻ മാറുകയും വൈറ്റമിൻ എ, സി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഫേസ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള നാച്ചുറൽ പക്ഷെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫേസ് വാഷ് ആണിത്. നമ്മുടെ മുഖത്തെ പാടുകൾ മായാനും അതുപോലെ തന്നെ സ്കിൻ നല്ല ബ്രൈറ്റൻ ആവാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ആണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എല്ലാം താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. കൂടെ തന്നെ നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഏത് ഫേസ് വാഷ് ആണ് എന്നും കൂടി നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.